വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് അസൈവാടിക്കൊണ്ടിരുന്നു. അത് ഭയങ്കര നല്ല വാക്കാണ് കേട്ടോ, അസൈവാടുക എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കെന്താണെന്നറിയോ? പരിവർത്തിക്കുക, അസൈവാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അവിടുത്തെ യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അടയിരിക്കുക. അടയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലെ കോഴി കുറേ മുട്ടകൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കയറി 21 ദിവസമോ എനിക്കറിയത്തില്ല എത്രയോ ദിവസം കയറിയിരിക്കും. 21ാം ദിവസം കോഴി പുറത്തിറങ്ങുമ്പോൾ മുട്ട പൊട്ടി അതിനകത്തുനിന്ന് കുഞ്ഞുങ്ങളുണ്ടാവും. ഇതിൻ്റെ പേരാണ് അടയിരിക്കുക. ഇതിൻ്റെ പേരാണ് അടയിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? തകർന്ന ഭൂമിയുടെ മേൽ, ശൂന്യമായ ഭൂമിയുടെ മേൽ ഒരു പക്ഷി ചിറക് വിരിച്ചു വരുന്നത് പോലെ പരിശുദ്ധന്മാർ വന്നു ഭൂമിയെ മറച്ചു. അസൈവാടി, ആത്മാവ് ഭൂമിയെ മറച്ചു. ആത്മാവ് ഭൂമിയെ മറച്ചു പിടിച്ചപ്പോൾ അതിനകത്ത് നിന്ന് അത്ഭുതങ്ങൾ ജനിച്ചു.